ശബരിമലയിലെ സ്വർണ്ണക്കൊളയിൽ നഷ്ടമായത് 4147 ഗ്രാം സ്വർണം. 4147, 400 അല്ല, 4147 ഗ്രാം സ്വർണം എന്താണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. 474 ഗ്രാം സ്വർണം മാത്രമാണ് ഇതുവരെ കണ്ടെത്തിയത്. അയ്യപ്പൻ്റെ സ്വത്ത് സംരക്ഷിക്കേണ്ടവരാണ് കൊള്ളക്കാരായത്. ഇവർക്ക് ജാമ്യം നൽകാൻ കഴിയില്ല എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസിന്റെ ആരോഗ്യനില മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് പരിശോധിക്കാനും ഹൈക്കോടതി ഇടപെടുകയാണ്. ബിനിൽ ചേർന്നത്. ബിനിൽ, ആദ്യം ഈ സ്വർണ്ണക്കണക്കിലേക്ക് വന്നാൽ ഇപ്പോൾ സ്വർണ്ണത്തിന്റെ വില തന്നെ 1,10,000-ലേക്കല്ലേ ഇന്നത്തെ മാർക്കറ്റ് ലെൻസ് അത്രയും എത്തി. പക്ഷെ സ്വർണ്ണത്തിന്റെ മൂല്യമല്ലല്ലോ ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രതിഷ്ഠയുടെ ഭാഗമായ സ്വർണം. അത് പുറത്ത് വിദേശ മാർക്കറ്റിലൊക്കെ വലിയ വിലയാണ്, നമ്മുടെ മാർക്കറ്റിലും വലിയ വിലയാണ്. അപ്പോൾ സ്വർണത്തിന്റെ മൂല്യമല്ല. പക്ഷേ ഈ 4147 ഗ്രാം സ്വർണം നഷ്ടമായി എന്ന് ഹൈക്കോടതി അത്തരമൊരു വലിയ നിഗമനത്തിലേക്ക് എത്തുകയാണോ? രതീഷ്, രണ്ട് കേസുകളിലുമായി, അതായത് കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം തട്ടിയെടുത്തതുമായി മൊത്തം 4147 ഗ്രാം സ്വർണമാണ് ശബരിമലയിൽ നിന്ന് നഷ്ടമായതെന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ഇതിൽ 474 ഗ്രാം സ്വർണമാണ് ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. പ്രതികൾ മേലുള്ള കുറ്റം സ്ഥാപിച്ചെടുക്കാൻ തട്ടിയെടുത്ത മുഴുവൻ സ്വർണവും കണ്ടെത്തുക എന്നത് അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ രീതിയിൽ മുന്നോട്ട് പോകണം. അത് ഈ റിക്കവറി സാധ്യമായില്ല എങ്കിൽ, അതായത് ഈ തട്ടിയെടുത്ത സ്വർണം മുഴുവനായും കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അതിന് മതിയായ കാരണം വ്യക്തമാക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം അത് പ്രതികൾക്ക് ഗുണകരമായി മാറും. അതുകൊണ്ട് പരമാവധി സ്വർണം കണ്ടെടുക്കാൻ ശ്രമിക്കണം. നഷ്ടപ്പെട്ട മുഴുവൻ സ്വർണവും കണ്ടെടുക്കാൻ ശ്രമിക്കണമെന്നതാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ഈ ജാമ്യ ഉത്തരവിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രസിദ്ധമായ ഒരു മലയാള ഗാനം ഹൈക്കോടതി ഉദ്ധരിച്ചിരിക്കുന്നു എന്നതാണ്. പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിൽ പ്രതിക്രിയയാകുമോ? ആ മലയാള ഗാനമാണ് ഈ കേസിലെ പ്രതികൾക്ക് മേൽ കോടതി അവരെ ഓർമ്മപ്പെടുത്തുന്നത്. അതായത് ശബരിമല ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഇതിനപ്പുറത്തേക്ക് എന്ത് മോഷണമാണ്, എവിടെയാണ് ഇതിനപ്പുറത്തേക്ക് ഒരു വലിയ മോഷണം നടത്തുക? വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അത്രമേൽ വികാരം വ്രണപ്പെടുകയാണ്. ഇത്രമേൽ വലിയ സുരക്ഷയുണ്ട് എന്ന് കരുതുന്നിടത്താണ് ദേവസ്വം ബോർഡ്, അതിനൊപ്പം തന്നെ ഹൈക്കോടതി നിയോഗിക്കുന്ന ആളുകളുടെ അവിടുത്തെ നിരീക്ഷണം, ഇടയ്ക്കിടയ്ക്ക് പ്രത്യേക ദേവസ്വം ബെഞ്ചിന്റെ പരിഗണന, സർക്കാരിലൊരു ദേവസ്വം മന്ത്രി, ഇത്രയൊക്കെ ഉണ്ടായിട്ടും അവിടുത്തെ സ്വർണം ഉൾപ്പെടെ അപ്പോൾ അയ്യപ്പനെ കൊണ്ടുപോയില്ല എന്നത് മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെടുകയാണോ? ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയ്യപ്പന്റെ സ്വത്ത് സംരക്ഷിക്കുന്നവർ തന്നെയാണ് ഇവിടെ കൊള്ളക്കാരായി മാറിയിരിക്കുന്നത് എന്നതാണ്. ആ കൊള്ളക്കാരായി മാറിയവരെയാണ് ഈ പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്ന മലയാള ഗാനം ഹൈക്കോടതി ഓർമ്മപ്പെടുത്തുന്നത്. അത് പത്മകുമാറിന് മേലാണ്, മുരാരി ബാബുവിന് മേലാണ്. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഓരോ പ്രതികൾക്കും ഈ പാട്ടാണ് ഹൈക്കോടതി ഓർമ്മപ്പെടുത്തുന്നത്. ഹൈക്കോടതി ഇപ്പോൾ ഈ ജാമ്യ ഉത്തരവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് പ്രതികൾക്ക് ജാമ്യം നൽകാൻ കഴിയില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അന്വേഷണം പാതി വഴിയിലാണ്. നഷ്ടപ്പെട്ട മുഴുവൻ സ്വർണവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നല്ലൊരു പങ്ക് സ്വർണവും ഇനിയും കണ്ടെത്താൻ ശേഷിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രതികൾക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകാൻ കഴിയില്ല. പത്മകുമാറിന്റെ കാര്യത്തിൽ കോടതി ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട്. മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങളുണ്ട്, KP ശങ്കരദാസ് ഉണ്ട്, വിജയകുമാറുണ്ട്. അവർക്കൊപ്പം ഈ പത്മകുമാറിനെ ഇരുത്തി ചോദ്യം ചെയ്യാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആഗ്രഹിക്കുന്നുണ്ട്, ഈ സ്വർണം മുഴുവൻ കണ്ടെടുക്കാൻ. അങ്ങനെ ഒരു ഘട്ടം വന്നാൽ പത്മകുമാറിന് ജാമ്യം നൽകിവിട്ടാൽ അത് സാധ്യമാകാതിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും പത്മകുമാറിന് ജാമ്യം നൽകാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ അത് വളരെ 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 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആ വിഷയത്തിൽ വരാം ബിനിൽ.